സംസ്ഥാനങ്ങളുമായി ചർച്ച ചെയ്യാതെ തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കുന്ന യൂണിയൻ ഗവൺമെൻറ് പുതുതായി അടിച്ചേൽപ്പിച്ച നിയമം നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റിന് പുതുതായി രൂപപ്പെടുത്തിയ സാമ്പത്തിക ബാധ്യത എത്രയെന്ന് വ്യക്തമാക്കാം. തൊഴിലുറപ്പ് പദ്ധതിയുടെ കാര്യത്തിൽ അങ്ങ് പറഞ്ഞത് വളരെ ശരിയാണ്. അതിൻ്റെ പേര് മാറ്റി, അതിൻ്റെ ഘടന മാറ്റി, അതിൻ്റെ കൺസെപ്റ്റ് മാറ്റി. കാരണം ഇത് ഒന്നാം UPA സമയത്ത് ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയുള്ള ആ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ ഇടതുപക്ഷം ആവശ്യപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് ഈ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കുക എന്നുള്ളതാണ്. അത് അത്ര ഇഷ്ടപ്പെട്ടിരുന്നില്ല UPA നേതൃത്വത്തിനല്ല എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ ഫലത്തിൽ 60-40 എന്നൊരു കണ്ടീഷൻ കൊണ്ടുവന്നത് മാത്രമല്ല, തൊഴിൽ ദിനങ്ങൾ എത്ര വേണം, ഏതൊക്കെയാണ് അംഗീകരിക്കുന്നത് എന്നുള്ളൊരു കണ്ടീഷനോട് വെച്ചിട്ട് ഇപ്പോൾ ഉള്ളതിൻ്റെ പകുതി പോലും തൊഴിൽ കിട്ടുന്ന അവസ്ഥയില്ല. ഈ ഉള്ള പണം കിട്ടിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക മേഖലയിൽ നിന്ന് ഇനിയും ഈ അഡീഷണൽ വളരെ വെട്ടിക്കുറച്ചു ഓൾറെഡി. അതിൻ്റെ മേലെ അധിക ബാധ്യത കൂടി വരുവാണ്. നമുക്കൊരു ഏറ്റവും ഇമ്മീഡിയറ്റായിട്ട് 12,000 കോടിയുടെ എങ്കിലും അധിക ബാധ്യത വരുമെന്നാണ് ഇപ്പോൾ പ്രാഥമികമായിട്ട് കാണുന്നത്. ഇനി എന്തൊക്കെയാണ് അവർ ചെയ്യാൻ പോകുന്നത്, ഏതൊക്കെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നമുക്കിപ്പോഴും കൃത്യമായി ചിത്രം കിട്ടിയിട്ടില്ല സാർ. എന്തായാലും 8 കോടി 9 കോടി തൊഴിൽ ദിനം വരെ കിട്ടുന്ന കേരളത്തിൽ വലിയ തോതിൽ അതില്ലാതാക്കുന്നൊരു ശ്രമമാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ നയം കാരണം ഉണ്ടായിരിക്കുന്നത്. ഇത് കേരളത്തിന് മാത്രമല്ല, ഇന്ത്യയിലെ സാധാരണ ഗ്രാമീണ പ്രദേശങ്ങളിലെ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഏറ്റവും സാധാരണക്കാരെ വലിയ തോതിൽ ബാധിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ്.